Fifth question. Evaluate the line integral over C minus y dx. Evaluate the line integral over C minus y dx plus z dy plus 2x dz. Evaluate the line integral over C minus y dx plus z dy plus 2x dz where C is the helix, r bar of t equal to cos ti plus sin tj plus tk, 0 less than or equal to t less than or equal to 2 pi. Evaluate the line integral over C minus y dx plus z dy plus 2x dz where C is the helix, r bar of t equal to cos ti plus sin tj plus tk, 0 less than or equal to t less than or equal to 2 pi. ഇപ്പോൾ ഇവിടെ നോക്കിയേ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ് ഫോം അല്ലേ, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ് ഫോമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്നത് എക്സ് ഇൻ ടേംസ് ഓഫ് ടി, വൈ ഇൻ ടേംസ് ഓഫ് ടി, ഇസഡ് ഇൻ ടേംസ് ഓഫ് ടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഇൻ ടേംസ് ഓഫ് ടി ആക്കണം. ഹിയർ എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ടി. ഹിയർ x equal to cos t, y is equal to sin t and z is equal to t. അപ്പം ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ അത് മൈനസ് സൈൻ ടി ഡി ടി എന്ന് വരും. ഡി വൈ എന്ന് പറയുന്നത് കോസ് ടി ഡി ടി വരും. ഡി ഇസഡ് എന്ന് പറയുന്നത് ഡി ടി തന്നെയായിരിക്കും അല്ലേ. എക്സും വൈയും ഇസഡും ഉണ്ടെങ്കിൽ നമുക്ക് ഡി എക്സ് ഡി വൈ ഡി ഇസഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് കോസ് ടി, വൈ സൈൻ ടി, ഇസഡ് ടി ആണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഡി ടി, ഡി വൈ എന്ന് പറയുന്നത് കോസ് ടി ഡി ടി, ഡി ഇസഡ് എന്ന് പറയുന്നത് ഡി ടി കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡിൽ നിന്ന് ഡി എക്സും ഡി വൈയും ഡി ഇസഡും കിട്ടി. ഇനി ടിയുടെ റേഞ്ച് തന്നിട്ടുണ്ട്. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് ഇസഡ് ഡി വൈ പ്ലസ് 2x dz എന്ന് പറയുന്നത് സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇൻ്റഗ്രൽ 0 to 2 പൈ, റേഞ്ച് 0 to 2 പൈ തന്നിട്ടുണ്ട്. ഇനി മൈനസ് വൈ, അപ്പോൾ അത് മൈനസ് സൈൻ ടി, മൈനസ് വൈ എന്നുള്ളത് മൈനസ് സൈൻ ടി, ഡി എക്സ് മൈനസ് സൈൻ ടി ഡി ടി എന്ന് വരും. ഡി എക്സിന് പകരം മൈനസ് സൈൻ ടി ഡി ടി ഫസ്റ്റ് ടേമായി, പ്ലസ് ഇസഡ് ഡി വൈ, ഇസഡ് എന്ന് പറയുന്നത് ടി, ഡി വൈ എന്ന് പറയുന്നത് കോസ് ടി ഡി ടി. അടുത്തത് 2x 2 കോസ് ടി, ഡി ഇസഡ് എന്ന് പറയുന്നത് ഡി ടി. അപ്പോൾ 2 കോസ് ടി ഡി ടി എന്ന് കിട്ടി. ഇനി നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റേ പ്രോബ്ലത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് എഫ് ബാർ ഒന്നും തന്നിട്ടില്ല, എഫ് ബാർ എന്ന് പറയുന്നത് തന്നിട്ടില്ലായിരുന്നു. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സി, എക്സ് വൈ സെഡ് കോർഡിനേറ്റിലായിരുന്നു തന്നിരുന്നത്. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ് ഫോമിലായിരുന്നു. അവിടെ നമ്മൾ ചെയ്തെന്താ, എക്സും വൈയും ഇസഡും ഇൻ ടേംസ് ഓഫ് ടി ആദ്യം തന്നെ എഴുതി, എന്നിട്ട് ഡി എക്സും ഡി വൈയും ഡി ഇസഡും കൂടെ ഇൻ ടേംസ് ഓഫ് ടി എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യത്തേത് രണ്ടും കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ മൈനസ് സൈൻ ടി ഡി ടി എന്ന് പറയുമ്പോൾ അത് രണ്ട് മൈനസും കൂടെ പ്ലസ് ആകും. സൈൻ സ്ക്വയർ ടി ഡി ടി നമുക്ക് എല്ലാത്തിൻ്റെ അതും കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കാം. അടുത്തത് ടി കോസ് ടി പ്ലസ് 2 കോസ് ടി ഡി ടി. ഇതിനെ വേണം നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. സൈൻ സ്ക്വയർ ടി 2 കോസ് ടി പ്ലസ് ടി കോസ് ടി. ഇനി സൈൻ സ്ക്വയർ ടിയെ നമുക്ക് 1 മൈനസ് കോസ് 2t ബൈ 2 എന്ന് എഴുതാതെ സൈൻ സ്ക്വയർ ടി നമുക്ക് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 പ്ലസ് ടി കോസ് ടി പ്ലസ് 2 കോസ് ടി ഡി ടി. ഇതിനെ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ആദ്യം നമുക്ക് 1/2 കോമൺ ആയിട്ട് എടുത്താൽ 1ൻ്റെ ഡെറിവേറ്റീവ്, 1ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് കോസ് സൈൻ മൈനസ് കോസ് 2tയുടേത് മൈനസ് സൈൻ 2t ഡിവൈഡഡ് ബൈ 2 വരും. കോസ് ടി ആയിരുന്നെങ്കിൽ അത് സൈൻ ടി ആയിരുന്നു. ഇവിടെ
കോസ് 2t ആയതുകൊണ്ട് സൈൻ 2t ഡിവൈഡഡ് ബൈ 2 വരും. ഇതാണ് ഫസ്റ്റ് ടേമിൻ്റേത്. അടുത്തത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റേഞ്ച് 0 to 2π. ഇനി സെക്കൻഡ് ടേമിന് നമ്മൾ ടി കോസ് ടി ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ടി കോസ് ടി ചെയ്യുമ്പം ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് എന്ന് പറയുന്നത് സൈൻ ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ഇൻറ്റു സൈൻ ടി റേഞ്ച് 0 to 1 പ്ലസ് 2 കോസ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അത് 2 സൈൻ ടി റേഞ്ച് 0 to 1, 0 to 2π ആണേ, 0 to 2π. അപ്പോൾ ആദ്യത്തേത് ചെയ്യുമ്പം 1/2 2π മൈനസ് സൈൻ 4π/2 മൈനസ് 0 മൈനസ് സൈൻ 0/2. അടുത്തത് ടി സൈൻ ടി മൈനസ് സൈൻ ടിയുടേത് മൈനസ് സൈൻ ടിയുടേത് മൈനസ് കോസ് ടി, അപ്പോൾ ഇത് പ്ലസ് കോസ് ടി റേഞ്ച് 0 to 2π പ്ലസ് 2 സൈൻ 2π മൈനസ് സൈൻ 0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 2π. സൈൻ 4π 0 ആണ്, സൈൻ 0യും 0 ആണ്, പ്ലസ് 2π സൈൻ 2π പ്ലസ് കോസ് 2π. അടുത്തത് മൈനസ് 0 ചെയ്യുമ്പോൾ ഈ സെം 0 മൈനസ് കോസ് 0. ഇവിടെ സൈൻ 2π 0 ആണ്, സൈൻ 2π 0 സൈൻ 0 0 ആയതുകൊണ്ട് അത് മൊത്തം 0 ആയി പോകും. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2π സൈൻ 2π 0 കോസ് 2π, അപ്പം പ്ലസ് സൈൻ 2π 0 കോസ് 2π 1 കോസ് 0യും 1 മൈനസ് 1, ബാക്കി ടേം 0 ആയി പോകും. അപ്പോൾ അത് 1/2 ഇൻറ്റു 2π എന്ന് പറയുമ്പോൾ പൈ പ്ലസ് 0 പ്ലസ് 0 ഈക്വൽ ടു പൈ എന്ന് കിട്ടും. ആൻസർ പൈ എന്ന് കിട്ടും. 6th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. Find the line integral of f bar. Find the line integral of f bar from 0, 0, 0 to 1, 1, 1 over the straight line segment C r bar of t equal to ti plus tj plus tk 0 less than or equal to t less than or equal to 1. R bar of t equal to ti plus tj plus tk 0 less than or equal to t less than or equal to 1, where f bar is equal to 3yi plus 2xj plus 4zk. Find the line integral of f bar from 0, 0, 0 to 1, 1, 1 over the straight line segment C is equal to r bar of t equal to ti plus tj plus tk 0 less than or equal to t less than or equal to 1, where f bar is equal to 3yi plus 2xj plus 4zk. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് r bar തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ടി എ വൈ ടി എ ഇസഡ് ടി എ. അപ്പോൾ എക്സ് ഈക്വൾ ടു ടി, വൈ ഈക്വൾ ടു ടി, ഇസഡ് ഈക്വൾ ടു ടി. ഇവിടെ എല്ലാം എക്സിനും വൈക്കും ഇസഡിനും പകരം ടി കൊടുക്കുമ്പോൾ എഫ് ബാർ ഇൻ ടേംസ് ഓഫ് ആർ ബാർ ഓഫ് ടി കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ആർ ബാർ തന്നിട്ടുണ്ട്, ഡി ആർ ബൈ ഡി ടി കാണുക, എഫ് ബാർ ഇൻ ടേംസ് ഓഫ് ടി കാണുക. എന്നിട്ട് എന്ത് ചെയ്യണം? എഫ് ബാർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിച്ചിട്ട് റേഞ്ച് 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ വരേണ്ടത് 9/2 ആണ്. ആൻസർ 9/2 വരും. 7th question. Find the line integral of f bar is equal to root zi minus 2xj plus root yk. Find the line integral of f bar equal to root zi minus 2xj plus root yk from 0, 0, 0 to 1, 1, 1
Find the line integral of f bar equal to root zi plus minus 2xj plus root yk from 0, 0, 0 to 1, 1, 1 over the curved path C r bar of t equal to ti plus t square j plus t raised to 4k. ti plus t square j plus t raised to 4k 0 less than or equal to t less than or equal to 1. അപ്പം നമുക്ക് റൂട്ട് ഇസഡ് ഐ മൈനസ് 2xj പ്ലസ് റൂട്ട് yk അതിനെ ഈ കേർവിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ടി വൈ ടി സ്ക്വയർ ഇസഡ് ടി റേസ് ടു 4 വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസഡിന് ടി റേസ് ടു 4, എക്സിന് ടി, വൈക്ക് ടി സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഞ്ച് 0 to 1 ആണ്. എഫ് ബാർ കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കണം. എന്നിട്ട് എഫ് ബാർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഫ് ബാർ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആൻസർ -1/5 വരും. ഇവിടെ 9/2 ആയിരുന്നു, ഇവിടെ -1/5. -1/5. എയ്ത്ത് ക്വസ്റ്റ്യൻ അത് ഞാൻ ചെയ്തു തരാം. അത് ഇച്ചിരി വലുതാണ്. ഇതെല്ലാം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ബാർ ഇസ് ഈക്വൽ ടു 3x² മൈനസ് 3xi പ്ലസ് 3zj പ്ലസ് k. Find the line integral of f bar equal to 3x² minus 3xi plus 3zj plus k along the path C1 union C2 consisting of the line segment from 0, 0, 0 to 1, 1, 0 consisting of the line segment from 0, 0, 0 to 1, 1, 0 followed by the segment 1, 1, 0 to 1, 1, 1. Find the line integral of f bar from 0, 0, 0 to 1, 1, 1 over the path C1 union C2 consisting of the line segment from 0, 0, 0 to 1, 1, 0 and followed by the segment from 1, 1, 0 to 1, 1, 1. അപ്പോൾ ഇവിടെ 2 ലൈൻ സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ആദ്യം 0, 0യിൽ നിന്ന് 1, 1, 0യിലോട്ട് ഇതിനെയാണ് C1 ആയിട്ട് എടുത്തേക്കുന്നത്. അടുത്തത് C2 ആയിട്ട് എടുത്തേക്കുന്നത്. ഇത് C1, ഇത് C2. ഫിഗർ വരയ്ക്കണേ. ഇത് 1, 1, 1. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എഫ് ബാർ ഡോട്ട് ഡി ആർ ഓവർ സി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 യൂണിയൻ C2 എഫ് ബാർ ഡോട്ട് ഡി ആർ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 യൂണിയൻ C2 നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ബാർ ഡോട്ട് ഡി ആർ പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ബാർ ഡോട്ട് ഡി ആർ. ഇതിനെ ഇക്വേഷൻ 2 എടുക്കുക. ക്ലിയർ ആയല്ലോ? ഇൻ്റഗ്രൽ ഓവർ നമുക്ക് 2 പാർട്ടാണ്. ഇവിടുന്ന് C1 ഇങ്ങോട്ട് C2. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് C1-ൻ്റേതും C2-ൻ്റേതും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം C1 നോക്കാം. C1 നമ്മൾ എടുക്കുവാണെങ്കിൽ അത് 0, 0 C1 നമ്മൾ നോക്കിയേ. C1 എന്ന് പറയുന്നത് 0, 0, 0യിൽ നിന്ന് 1, 1, 0യിലോട്ടുള്ളതാണ്. അപ്പം നമ്മുടെ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ x ഈക്വൽ ടു ടി, y ഈക്വൽ ടു ടി, ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമല്ലോ. കാരണം എക്സും വൈയും ഒരുപോലെയാണ് ഇവിടെ വേരി ചെയ്യുന്നത്. ഞാൻ എടുത്തതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് x ഈക്വൽ ടു ടി, y ഈക്വൽ ടു ടി എന്ന് എടുക്കാൻ അറിയത്തില്ലാത്തവർ നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. ഇതേ സെയിം കർവ് ചെയ്ത 0, 0, 0 നിന്ന് 1, 1, 0യിലോട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ x1, y1, z1 ആയിട്ടും ഇതിനെ x2, y2, z2 ആയിട്ടും എടുക്കുക.
അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ ഇസഡ് ടു മൈനസ് ഇസഡ് വൺ എന്നുള്ള ഫോമിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സെയിം ആൻസർ കിട്ടും. എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ടിയുടെ വേരിയേഷൻ എക്സിൻ്റെ റേഞ്ച് തന്നെയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് R1 ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ടി ഐ പ്ലസ് ടി ജെ പ്ലസ് ടി കെ ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡി ആർ ബൈ ഡി ടി വേണം. ഡി ആർ ബൈ ഡി ആർ വൺ ബൈ ഡി ടി. അപ്പം ഐ പ്ലസ് ജെ പ്ലസ് കെ. ഡി ആർ വൺ ബൈ ഡി ടി എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് കെ ആണ്. അപ്പം എഫ് ബാർ എന്ന് പറയുന്നത് ഇവിടെ തന്നിരുന്നത് എന്തായിരുന്നു? എഫ് ബാർ എന്ന് പറയുന്നത് 3x² മൈനസ് 3xi പ്ലസ് 3zj പ്ലസ് കെ എന്നുള്ള ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. 3x² മൈനസ് 3xi പ്ലസ് 3zj പ്ലസ് കെ. അതിനെ ഇൻ ടേംസ് ഓഫ് R1 ഓഫ് ടി എഴുതുമ്പം 3 ഇൻറ്റു x² എന്ന് പറയുന്നത് t². എക്സ് ടി ആകുമ്പം 3t² മൈനസ് ടി. ഇസഡ് 0 ആണ്, അപ്പോൾ 0j പ്ലസ് കെ കോൺസ്റ്റൻ്റ് ആണ്. കെക്ക് ഇവിടെ ഇതില്ലാത്തതുകൊണ്ട് കെ വരും. അപ്പോൾ നമുക്കത് 3t² മൈനസ് 3ti പ്ലസ് കെ എന്ന് കിട്ടും. ഇനി ഇവിടെ എഴുതിയപ്പോൾ മാറി ടി ഐ പ്ലസ് ടി ജെ പ്ലസ് 0k ആണ്. ഇവിടെ 0k എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ടി ഐ പ്ലസ് ടി ജെ പ്ലസ് 0k. ഇവിടെ അപ്പം ഐ പ്ലസ് ജെയോ. ഇനി നമുക്ക് എഫ് ബാർ ഡോട്ട് ഡി ആർ വൺ ബൈ ഡി ടി ചെയ്യണം. അപ്പോൾ അത് 3t² മൈനസ് 3ti പ്ലസ് കെ 0j പ്ലസ് കെ ഡോട്ട് ഐ പ്ലസ് ജെ ആണ്. ഇപ്പോൾ നമ്മൾ ഐ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3t² മൈനസ് 3t. ജെ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ജെ കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് 0. ഇനി ഇവിടെ കെ കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് അതും 0. അപ്പോൾ നമുക്ക് 3t² മൈനസ് 3t ഉള്ളൂ. Therefore, integral over C1 f bar dot dr is equal to integral 0 to 1 3t² minus 3t 3t² minus 3t dt 3t² minus 3t dt which is equal to 3t³ by 3 minus 3t² by 2. റേഞ്ച് 0 to 1. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 1 മൈനസ് 3/2 ടി ഈക്വൽ ടു 1 കൊടുക്കും. -0 -0. അപ്പോൾ ആൻസർ -1/2. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 ചെയ്തപ്പം -½ എന്ന് കിട്ടി. ഇനി നമുക്ക് C2 എടുക്കണം. C2 എന്ന് പറയുന്നത് 110യിൽ നിന്ന് 111 അല്ലേ, 111 നിന്ന് 111 അപ്പോൾ ഇതിന് നമുക്ക് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1, കാരണം എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്. ഇസഡിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇസഡ് ഈക്വൽ ടു ടി വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എടുക്കാം. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, ഇസഡ് ഇസ് ഈക്വൽ ടു ടി. അപ്പോൾ R2 ഓഫ് ടി എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് ടി കെ. dr2 ബൈ ഡി ടി ചെയ്യുമ്പം 0i പ്ലസ് 0j പ്ലസ് കെ, കാരണം ഐയും ജെയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആണ്. ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 വരും. ഇനി എഫ് ബാർ ഇൻ ടേംസ് ഓഫ് R2, അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. അത് 3x² മൈനസ് 3xi പ്ലസ് 3zj പ്ലസ് കെ ആണ്. 3zj പ്ലസ് കെ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു 1 വൈ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് R2 ഓഫ് ടി എഫ് ബാർ ഓഫ് R2 ഓഫ് ടി എഴുതുമ്പോൾ എക്സ് 1 വൈ 1 ഇസഡ് ടി. അപ്പം 3 മൈനസ് 3i പ്ലസ് ഇസഡിന് ടി നമ്മൾ ടി കൊടുക്കുമ്പോൾ 3tj
പ്ലസ് കെ. അപ്പോൾ അത് 0i പ്ലസ് 3tj പ്ലസ് കെ എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് R2 ഓഫ് ടി ഡോട്ട് dR2/dt ചെയ്യുമ്പോൾ 3tj പ്ലസ് കെ ഡോട്ട് dR2/dt എന്ന് പറയുമ്പോൾ ഡോട്ട് കെ എന്ന് വരും. കെ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ അവിടെ, ബാക്കിയുള്ള കമ്പൗണ്ട് dR2ന് 0 അപ്പോൾ അത് കെ ഡോട്ട് കെ വരുള്ളൂ, കാരണം ജെ കമ്പൗണ്ട് 0 ഐ കമ്പൗണ്ടും 0 കെ ഡോട്ട് കെ ഈക്വൽ ടു 1 വരും. Therefore integral over C to f bar dot dr is equal to integral 0 to 1 into dt എന്ന് വരും. കാരണം എഫ് ബാർ അത് ഫോർമുല വേണം എഴുതിക്കാം. എഫ് ബാർ ഓഫ് R2 ഓഫ് ടി ഡോട്ട് dR2/dt dt ആണ്. അപ്പോൾ അത് 1 ആണ്. അപ്പം ഇൻ്റഗ്രൽ 0 to 1 dt എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ടി ഫ്രം 0 to 1 ഈക്വൽ ടു 1. ഇതിനെ 3 എന്ന് വിളിക്കുക. അപ്പം മുമ്പ് നമുക്ക് -½ കിട്ടിയത്. Therefore ഇൻ്റഗ്രൽ ഓവർ C1 യൂണിയൻ C2 എഫ് ബാർ ഡോട്ട് dr ഇസ് ഈക്വൽ ടു -½ പ്ലസ് 1. അത് 1ഉം 2ഉം 3 ഇക്വേഷൻ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1/2 എന്ന് കിട്ടും.